അരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവിടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, കർത്താവേ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ട്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിന് മാത്രമല്ല, ക്രൈസ്തവരല്ലാത്തവർക്ക് പോലും ഒരു കഥാരൂപേണ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതായ ഒരു ഭാഗമാണ് നാം ചിന്തിക്കുന്നത്. സൂമിൽ ഏറെ പങ്കും ദൈവദാസിമാരെ ഞാൻ ദർശിക്കുന്നു. ദൈവദാസന്മാരുണ്ട്. വിവിധ സ്ഥലങ്ങൾ, വിവിധ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഇത് വീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഒരു ആത്മീയ വെളിപ്പാടിലേക്ക് നമ്മളെ ഈ സന്ദേശത്തിൽ കൊണ്ടുപോകാൻ പോകുന്നു. നമ്മളെ നിത്യതയിലേക്ക് ഒരിക്കൽ കൂടെ പണിതെടുക്കുന്ന നമ്മുടെ ആത്മീയ മണ്ഡലത്തെ, വിശ്വാസ മേഖലകളെ ഒരിക്കൽ കൂടി പണിതെടുക്കുവാൻ അത് പര്യാപ്തമായി തീരും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മുമ്പിൽ കർത്താവെ വായിച്ചു കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. നിരവധി സന്ദേശങ്ങൾ കർത്താവ് വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പകലിൽ ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക്, റൂമുകൾക്കകത്തേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക്, ഞങ്ങൾ ആരാധനാ സ്ഥലത്ത് വിവിധ മേഖലകളിലാണ് ആയിരിക്കുന്നതെങ്കിലും അദർശനായ ദൈവത്തിന്റെ ആഴമുള്ള തേജസ്സിന്റെ കരം ഞങ്ങളുടെ ഒക്കെ ശിരസ്സുകളുടെ മേൽ വച്ച് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങക്ക് യേശു ക്രിസ്തുവിന്റെ പവിത്രമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. ഇവിടെ വായിച്ച ഭാഗം യേശു ക്രിസ്തു, ആമേൻ, ബഥാന്യ എന്നുള്ള ആ ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞ് ദൈവപ്രവർത്തികൾ എത്രമാത്രം ആഴമായിട്ട് അവിടെ വെളിപ്പെട്ടു എന്നുള്ള ചിന്തയാണ്. ഇവിടെ നമുക്ക് മാർത്ത, മറിയ, ലാസർ എന്ന് പറയുന്ന 3 കുഞ്ഞുങ്ങളെ ദർശിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ഈ മാർത്ത, മറിയ, ഈ ലാസർ, ഇവരുടെ മാതാപിതാക്കളെ കുറിച്ച് സവിസ്തരമായിട്ടൊന്നും വേദപുസ്തകത്തിനകത്ത് വായിച്ചെടുപ്പാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ബാല്യത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ അവരെ വിട്ടുകടന്നുപോയി, അല്ലെങ്കിൽ മരണം വഴിയായി കടന്നുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് കുറച്ച് ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് ആ ചരിത്രം ഒന്ന് ഓർമ്മപ്പെടുത്തി ആ വചനത്തെ, ആ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലേക്ക് ആക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുക. ഈ മാർത്തയും മറിയും കുറച്ച് വളർന്ന് മുതിർന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമായപ്പോഴാണ് മാർത്തയുടെയും മറിയുടെയും അമ്മ ലാസറിനെ അവളുടെ ഉദരത്തിനകത്ത് വഹിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ചു നാൾ മുന്നോട്ട് പോയി മാർത്ത, മറിയ കുറച്ച് വളർന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഉദരത്തിൽ ജനിച്ചതായ മാർത്തയുടെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ലാസർ 7 മാസം ഉദരത്തിലായ സമയത്ത് ഈ ലാസറിന്റെ അപ്പന്, അല്ലെങ്കിൽ മാർത്തയുടെ മറിയുടെ അപ്പന് അതികഠിനമായ ഒരു ജ്വരം ബാധിച്ചു. ആ ജ്വരം വളരെ മൂർച്ഛിച്ചു. അത് നിമിത്തം ലാസറിന്റെ അപ്പൻ, അല്ലെങ്കിൽ മാർത്തയുടെയും മറിയുടെയും അപ്പൻ അവരെ വിട്ട് കടന്നുപോയി. ഇത് താങ്ങാൻ കഴിയാത്തൊരു വേദനയായിട്ട് മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെ അമ്മയ്ക്ക് ഇത് താങ്ങാൻ കഴിയാത്ത പ്രയാസമായി. അത് നിമിത്തം അവരുടെയും ബ്ലഡിന്റെ പ്രഷറുകൾ വർദ്ധിച്ച് കുറെ കഴിഞ്ഞ് വളരെ ബോധമില്ലാത്തവളായിട്ട് ആ കുഞ്ഞിന് ബാക്കിയുള്ള മാസം കൂടെ ഉദരത്തിൽ വഹിച്ചു. തുടർന്ന് ലാസറിന് ജന്മം കൊടുക്കുന്നു. ജന്മം കൊടുത്ത അനന്തരം കേവലം 3-4 മാസങ്ങൾ മാത്രമേ ലാസറിന്റെ അമ്മയും ജീവിച്ചിരുന്നുള്ളൂ. അതോടുകൂടെ ലാസറിന്റെ അമ്മയും ലോകത്ത് നിന്ന് ആ രോഗത്താൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ അനാഥരെന്ന് പറയത്തക്കവണ്ണമുള്ള 3 തലമുറകൾ ഇപ്പോൾ ബഥാന്യയുടെ മണ്ണിൽ വളരാൻ തുടങ്ങി. ആ സമയത്താണ് യേശു കർത്താവ് ആ ഭവനം സന്ദർശിപ്പാനായിട്ട് ബഥാന്യയിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ യേശു ഈ വീട് തിരഞ്ഞെടുക്കുന്നു. അനാഥരെന്ന് പറയുന്ന മറ്റാരും ഇല്ല എന്നല്ല, എങ്കിലും യേശു കർത്താവ് അമ്മയും അപ്പനും ഇല്ലാത്ത വീട്ടിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും മാർത്തയും മറിയും ലാസറിന് കുറച്ച് മുതിർന്നു വന്നു, എങ്കിലും ഒത്തിരി പ്രായമായിട്ടില്ല. അവർ സ്വീകരിച്ചു യേശുവിനെ.
യേശു അവിടെ ചെന്ന് ദൈവരാജ്യം, സ്വർഗരാജ്യം, നിത്യജീവൻ, ഇത് മൂന്നും കേന്ദ്രീകൃതമാണ്. എങ്കിലും നമ്മൾ മൂന്നായിട്ട് അത് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അത് ദൈവരാജ്യമാണ്, അത് സ്വർഗരാജ്യമാണ്. നിത്യജീവൻ, സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നുള്ള ആ മൂന്ന് മേഖലകളെ കുറിച്ച് കൃത്യമായിട്ട് ബെഥാന്യയിലുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ അത് ഗ്രഹിച്ചു. എന്നാൽ ആ സമയം മുതൽ യേശുവും മാർത്തയും മറിയയും ലാസറുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ താർക്കികനായ ദുഷ്ടപിശാചിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ബഥാന്യയിലെ മണ്ണിനകത്ത് നസ്രയൻ എന്ന് പറയുന്ന യേശു വന്നിരിക്കുന്നു. യേശു വന്ന് ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പഠിപ്പിക്കാൻ തുടങ്ങി, സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാട് കൈമാറാൻ തുടങ്ങി, നിത്യജീവന്റെ വെളിപ്പാട് കൈമാറാൻ തുടങ്ങി. ഇത് അവനൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പൈശാചിക ശക്തി ആഗ്രഹിച്ചു എത്രയും പെട്ടെന്ന് തന്നെ യേശുവിന്റെ വരവ്, ബഥാന്യയിലേക്കുള്ള വരവിനെ തടുക്കണം, അല്ലെങ്കിൽ തടയണം. യേശു ഇവിടെ നിരന്തരമായി വന്നു തുടങ്ങിയാൽ ഈ ബെഥാന്യ ഗ്രാമം മുഴുവനും നിത്യജീവനിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്ന് കണ്ടിട്ട് അതിനെ തടയാനായിട്ട് അവൻ ആലോചനകൾ ക്രമീകരിച്ചു. ആലോചനകളിൽ അവൻ ചെന്നെത്തുന്നത് യേശു വന്നു കയറിയ അനാഥരെന്ന് പറയുന്ന അപ്പനും അമ്മയും ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ആ രണ്ട് സഹോദരിമാർക്ക് ഏക ആശ്രയമായി വളർന്നു വരുന്ന ആൺ സഹോദരനായ ലാസറിനെ ഏതെങ്കിലും തരത്തിൽ രോഗിയാക്കി കൊന്നുകളയുമ്പോൾ ആ ദേശക്കാരെല്ലാവരും കൂടെ ചേർന്ന്, അപ്പനും അമ്മയും മരിച്ചെടുത്ത് ഏക ആശ്രയമായി വളർന്നു വന്ന ലാസറിനെ നീയാണോ കൊന്നത്? നിന്റെ വരവ് ഒരു ശാപമായി തീർന്നല്ലോ എന്ന് പറഞ്ഞ് യേശുവിന്റെ വരവിനെ തടുക്കാനായിട്ട് പിശാച് ശ്രമം നടത്തുകയാണ്. അങ്ങനെ ലാസറിലേക്ക് രോഗാത്മാവിനെ അയക്കുന്നു, രോഗം മൂർച്ഛിക്കുന്നു, ലാസർ മരിക്കുന്നു, കല്ലറയിലാകുന്നു. നമുക്കറിയാം അതാണ് സാഹചര്യം. അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ കാണാം ഇവിടെ നാം വായിച്ചു കേട്ടത്, ഇതാ പല യഹൂദന്മാരും, അവിടെ വായിച്ചത് പല യഹൂദന്മാരും ഈ ലാസറിനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് ബെഥാന്യ വീട്ടിലേക്ക്, മാർത്തയുടെയും മറിയയുടെയും അരികിലേക്ക് വന്നിരുന്നു. പല യഹൂദന്മാരും യെരൂശലേമിൽ നിന്ന് ബെഥാന്യയിലേക്ക് വന്നിരുന്നു. ബെഥാന്യ യെരൂശലേമിൽ നിന്ന് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. 2 നാഴിക ദൂരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അത്ര നാഴിക വിനാഴിക കണക്കുകളൊന്നും അത്ര കൃത്യമല്ല. എങ്കിലും കുറച്ചും പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ആരോഗ്യമുള്ള പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല സ്പീഡിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് എത്രമാത്രം ദൂരം നടക്കാൻ കഴിയുമോ അത്രമാത്രം ദൂരമാണ് ഏകദേശം 2 നാഴിക ദൂരം എന്ന് പറയുന്നത്. അത്രയും സ്ഥലത്തേക്ക് അവിടെ നിന്ന് അവർ നടന്നു വന്നിരിക്കുകയാ. എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സഹോദരൻ മരിച്ചതിനെ കുറിച്ചുള്ള വേദനയിലിരിക്കുന്ന മാർത്തയും മറിയയും ആശ്വസിപ്പിക്കേണ്ടതിനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, അവർ വന്നപ്പോൾ ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങൾ വളരെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാം. ഒരു പക്ഷേ അവരുടെ രക്തബന്ധങ്ങളിൽപ്പെട്ടവരോ ചാർച്ചക്കാരിൽപ്പെട്ടവരായിരിക്കാം. ഈ യഹൂദന്മാരായി വന്നിരിക്കുന്നവര് ചാർച്ചക്കാർ പലരുമായിരിക്കാം. ആരുമായിക്കോട്ടെ, അവർ വന്ന് അവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എപ്രകാരമായിരിക്കും ഒരു മരണ വീട്ടിലേക്ക് മറ്റുള്ളവർ വരുമ്പോൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ എന്തായിരിക്കും? ആദ്യമായിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയോ, സാരമില്ല കുഞ്ഞെ, പ്രയാസപ്പെടണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നായിരിക്കുമല്ലോ ആദ്യം പറഞ്ഞവരെ ആശ്വസിപ്പിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം. എന്നാൽ കുറെ കൂടെ ഇറങ്ങിച്ചെന്ന് പറഞ്ഞാൽ, മക്കളെ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ നന്നായിട്ട് വളർത്തിയല്ലേ, നിങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചു പോയ സ്ഥാനത്ത് നിങ്ങളെ അവൻ നോക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ അവനെ താലോലിച്ച് വളർത്തി, അവനും ഇപ്പൊ മരിച്ചു പോയല്ലേ, ഭാരപ്പെടണ്ട കേട്ടോ മക്കളെ. നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തിക്കൊള്ളാം, ഞങ്ങളെല്ലാം കൂടെ ഒരു പിരിവിട്ട് ഞങ്ങളൊരു വിവാഹം നടത്തിത്തരാം. കുറച്ചും കൂടെ പറഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലൊരു വീടില്ലേ, ഞങ്ങൾ അത് വെച്ച് തരാം മക്കളെ. നിങ്ങൾക്ക് ആഹാരത്തിനുള്ള നിവർത്തിയില്ലേ, ഞങ്ങൾ ആഴ്ചതോറും കുറച്ച് പച്ചക്കറിയും കുറച്ച് പലചരക്ക് സാധനമൊക്കെ വാങ്ങിച്ച് നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ വരാം മക്കളെ എന്നൊക്കെയല്ലേ അവർക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാനുള്ളൂ. ഇതൊക്കെയാണ് വന്ന യഹൂദന്മാർക്ക്, അവിടെ കൂടി വന്നിരിക്കുന്നവർക്ക് ആശ്വസിപ്പിക്കാനായിട്ടുള്ളൂ. അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, ആശ്വസിപ്പിക്കേണ്ടതിന് അവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ്, നമ്മുടെ നാഥൻ
4-ാമത്തെ ദിവസം അവിടേക്ക് വരികയാണ്. നമ്മുടെ കർത്താവ് 4-ാമത്തെ ദിവസം അവിടേക്ക് വരുന്നത് ഇവർ പറഞ്ഞതുപോലെ പ്രായമാകുമ്പോൾ അവിടെ വിവാഹം നടത്തി കൊടുക്കുവാനോ, പ്രായമാകുമ്പോൾ അവിടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനോ, ഒരു വീട് വെച്ച് കൊടുക്കുവാനോ, കേവലം അവിടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം നൽകാനോ എന്നുള്ള ഒരു വാഗ്ദാനം നൽകാൻ വേണ്ടി മാത്രമല്ല യേശു അങ്ങോട്ട് വരുന്നത്. യേശു വരുന്നത് ഏത് വിഷയത്തിലാണോ ഈ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന്റെ പരിഹാരം പരിപൂർണമായി വരുത്താൻ വേണ്ടിയാണ് യേശു അവിടേക്ക് വരുന്നത്. ഇന്ന് പകലിൽ ഞാൻ എന്റെ ശ്രോതാക്കളായ ദൈവജനത്തോട് ആത്മനിയോഗത്തോടെ പറയട്ടെ, എന്റെ കർത്താവ് വരുന്നത് ഏത് വിഷയമാണോ അതിന്റെ പരിഹാരം പരിപൂർണമായി നടത്താനാണ് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചർച്ചക്കാരാകട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളാകട്ടെ, നമ്മുടെ ഏത് അവസ്ഥകളിൽ വന്ന് നമുക്ക് വേണ്ടി അവരുടെ പരിമിതിയിൽ നിന്ന് അവർ നമ്മോട് വാഗ്ദാനങ്ങൾ പറഞ്ഞ് നമ്മോട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ആഴമായ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കാൻ കഴിയാതെ പോകുമ്പോൾ ഇതാ നമ്മുടെ നസ്രയനായ കർത്താവും അവ യഹൂദന്മാർ വന്നതുപോലെ യെരൂശലേമിൽ നിന്ന് ബെഥാനിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവൻ ഏത് തരത്തിൽ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുമെന്ന് എനിക്കറിയില്ല. അന്നൊന്നും യാത്രയ്ക്കുള്ള ഒത്തിരി വാഹന സൗകര്യങ്ങളില്ല. ഒരു പക്ഷേ അവൻ കാൽനടയായിട്ട് നടന്നെടുക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ഞാൻ നിങ്ങളെ നോക്കി, നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പറയട്ടെ, നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് പലരും വന്ന് ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടും ഇന്നും ആശ്വാസം ലഭിക്കാൻ കഴിയാതെ, ഇന്നും അതിന് പരിപൂർണമായ ഒരു നിർദ്ദേശം ലഭിക്കുവാൻ കഴിയാതെ പലതും ഇങ്ങനെ ഇടകലർന്ന് ഇഴുകി എന്താ ചെയ്യേണ്ടത്, ഏത് തരത്തിലാണത് വിശ്വസിക്കേണ്ടത്, ഏത് തരത്തിലാണ് ഞാൻ മുമ്പോട്ട് മൂവ് ചെയ്യേണ്ടത് ഒന്നും അറിയാൻ കഴിയാതെ ഇടകലർന്ന് മുന്നോട്ട് പോയി പലരും പലതും കെട്ടെടുത്തിയാടി പരാജയപ്പെട്ടവരുണ്ട്. പലതും നന്നായിട്ട് പ്രയോജനപ്പെട്ടവരും കാണാം. എന്നാൽ എന്റെ കർത്താവ് അപ്രകാരമല്ല. അവിടെ വെച്ച് തന്നെ വിഷയം എവിടെയാണോ അവിടെ വെച്ച് വിടുതൽ തന്ന് നമ്മെ മാനിപ്പാൻ കഴിവുള്ളൊരു കർത്താവായി നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി യാത്ര ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് പകലിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. യേശു 4-ാമത്തെ ദിവസം അവിടേക്ക് വരികയാ. വരുന്ന സമയത്ത് ഈ മാർത്തയും മറിയും വീട്ടിലുണ്ടല്ലോ. കുറെ യഹൂദന്മാർ, കുറെ ചാർച്ചക്കാരൊക്കെ അവിടെയുണ്ട്. പെട്ടെന്ന് തന്നെ ഈ മാർത്ത അവിടെ നിന്ന് യേശുവിനെ എതിരേൽക്കാനായിട്ട് പുറത്തേക്ക് പോകുകയാണ്, പുറത്തേക്ക് എഴുന്നേറ്റ് പോകുകയാണ്. ശ്രദ്ധിക്കൂ, ഞാൻ ഒരു ആത്മീയ വെളിപ്പാടായി പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ. അമേൻ. അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ യഹൂദന്മാരുടെ നിയമം അനുസരിച്ചും നമ്മുടെയൊക്കെ നാട്ടുനടപ്പനുസരിച്ചൊക്കെ മരണ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തിറങ്ങണമെങ്കിൽ 16 അടി അന്തരമൊക്കെ കഴിഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. ഇന്ന് പെന്തക്കോസ്ത് സമൂഹങ്ങൾ പോലും അങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ആമേൻ അവരും അനുഷ്ഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ യഹൂദന്മാർ ഒരു പക്ഷേ അവളുടെ കൈ കയറി പിടിച്ചു കാണും. മോളെ നീ ഇവിടെ ഇരിക്കു കുഞ്ഞേ. ആമേൻ. ആരെങ്കിലും ഒക്കെ വന്നാൽ അവരെ എതിരേറ്റോണ്ട് വരാൻ ഇവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ട് മക്കളെ, അവര് പോയി സ്വീകരിച്ചോണ്ട് വരും എന്ന് പറഞ്ഞ് ഒരു പക്ഷെ അവിടെ കയ്യിൽ കയറി പിടിച്ചു കാണും. മകളെ നീ ഇറങ്ങിപ്പോകരുത്, നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അടുത്ത ശാപം നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്കും ഒരു പക്ഷെ മരണം സംഭവിക്കാം, ഇത്ര ദിവസമേ ആയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എഴുന്നേൽക്കരുത്. അവളുടെ കയ്യിൽ കയറി പിടിച്ചു കാണാം. ഞാൻ ആത്മയോഗത്തോടെ പറയട്ടെ, അവൾ പിടിച്ചവളുടെ കൈകളെ കുടഞ്ഞു കളഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോകുകയാണ്. എന്തിനാ പോകുന്നത്? അതുവരെ കരഞ്ഞു വിലപിച്ച് തലകുമ്പിട്ടിരുന്നവള് അവൾ യേശു വന്നു എന്നറിഞ്ഞപ്പോൾ അവൾ ആ വീട്ടിൽ നിന്ന് തടുക്കാൻ നിന്നവരെല്ലാം മാറ്റിക്കൊണ്ട് അവൾ പുറത്തേക്ക് പോകുകയാണ്. അവൾക്ക് മനസ്സിലായി, ആമേൻ, ഒരുവൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. അത് ഇന്നലകളിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചവരെ പോലെ ഒരുവനല്ല വന്നിരിക്കുന്നത്. അവൻ ആരാണെന്ന് ഞങ്ങളുടെ അകത്ത് ഒരു ബോധ്യമുണ്ട്. എങ്ങനെയാണ് ആ ബോധ്യം അവളുടെ അകത്ത് വീഴാൻ കാരണം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ദൈവരാജ്യത്തെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച്, സ്വർഗരാജ്യത്തെ കുറിച്ച് ആഴമായ ഒരു വെളിപ്പാട് യേശു ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കൊടുത്തിരുന്നു. ആ ഉള്ളിൽ കൊടുത്തിരുന്ന ആ വെളിപ്പാട് അകത്ത് ക്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ വെളിപ്പാടിന്റെ സാക്ഷാൽ പ്രതിരൂപമായ ക്രിസ്തു അവിടെ കടുക്കുമ്പോൾ അവൾക്ക് അവിടെ ഇരിപ്പാൻ കഴിയത്തില്ല. അവൾ ചാടി എഴുന്നേൽക്കാൻ തയ്യാറാകുകയാണ്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ആമേൻ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ അകത്തുള്ള നിത്യജീവന്റെ ആത്മനിയോഗത്തിന്റെ വളർച്ച, ആത്മനിയോഗത്തിന്റെ ആ പുഷ്ടി നമ്മുടെ അകത്ത് എത്രത്തോളം പ്രബലപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിലും ചില വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് ചാടി എഴുന്നേൽക്കാൻ കഴിയും. ആമേൻ. നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ജഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ആ നിരാശകൾ
പ്രതിസന്ധികൾക്ക് നമ്മളെ ഒതുക്കാൻ കഴിയത്തില്ല. ആ പ്രതികൂലങ്ങൾക്ക് നമ്മളെ തടുത്തു നിർത്താൻ കഴിയത്തില്ല. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചിലരോടായി പരിശുദ്ധാത്മാവിൽ ഒരു ദൂതായ ആത്മാവ് കൈമാറുന്നു. ചില പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ അങ്ങനെ തന്നെ അമർന്നിരിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ വീണിരിക്കുന്ന നിത്യജീവന്റെ, നിങ്ങളുടെ ഉള്ളിൽ വീണിരിക്കുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാടിനനുസരിച്ച് നിങ്ങൾ ആത്മാവിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്ന വിടുതലുകൾ അതിശ്രേഷ്ഠകരമായിരിക്കും. എന്ത് വിടുതലുകൾ നടന്നാലും അത് നിത്യജീവനെ കേന്ദ്രീകരിച്ചായിരിക്കും. ഏതെല്ലാം അത്ഭുതങ്ങൾ നടന്നാലും അത് നിത്യജീവനെ കേന്ദ്രീകരിച്ചായിരിക്കും. നിത്യജീവനെ കേന്ദ്രീകരിക്കാത്ത, ദൈവമഹത്വത്തിന് യോഗ്യമായി വരാത്ത ഒരു വിടുതലുകളും വേദപുസ്തകത്തിന് അനുസൃതമായ വിടുതലുകളല്ല, ദൈവീക ദർശനത്തിന് അനുസൃതമായ വിടുതലുകളല്ല. എന്തു വിടുതൽ നടക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല, മരിച്ചവർ ഉയർക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല, രോഗികൾ സൗഖ്യമാകില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം നടക്കും. പക്ഷേ അതിന്റെ പിന്നിലുള്ള സാരോദ്ദേശം ദൈവരാജ്യത്തിന്റെ മഹത്വമായിരിക്കണം. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ബഹുമാന്യ റോയ് പാസ്റ്റർ പറഞ്ഞ വാക്കുകളെ ഞാൻ ആത്മനിയോഗത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയട്ടെ. നിങ്ങളുടെ മുമ്പിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് തടസ്സമായി നിൽക്കുന്നത് പ്രസംഗികരായ ഞങ്ങളാണെങ്കിൽ പോലും ഞങ്ങളെ നിങ്ങൾ വകവയ്ക്കരുത്. കാരണം നിത്യജീവന് വിരോധമായി ഞങ്ങൾ മുഖംമൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വകവയ്ക്കരുത്. ഞങ്ങൾ മുഖംമൂടി ഇല്ലാതാണ്, ദൈവിക ഇഷ്ടപ്രകാരമാണെങ്കിൽ ആ മേഖലകളെ നമ്മൾ വില കൊടുത്തേ പറ്റത്തുള്ളൂ. അത് വേറെ സത്യമാണ്, അത് വേറൊരു വിഷയമാണ്. കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവം ചെയ്യുന്ന വിടുതലുകൾക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ഇതിൽ കൂടി വന്നിരിക്കുന്ന സമസ്ത ദൈവമക്കളോടും പരിശുദ്ധാത്മാവിൽ ഈ ദൂത് കൈമാറിക്കോട്ടെ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ സമയത്ത് ഞാൻ വെളിപ്പാടിൽ പറയാം, അവിടെ കൂടിയ യഹൂദന്മാർ പലരും അവളെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്താൻ പുറകെ ഓടിക്കാടും. കേൾക്കൂ, അവരെല്ലാം പുറകെ ഓടിക്കാടും. ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച, യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാർത്ത നിൽക്കുകയാണ്. ആമേൻ. യേശുവിന്റെ മുഖത്തേക്ക് അഭിമുഖമായിട്ട് ഈ മാർത്ത നിൽക്കുകയാണ്. ഓടി വന്ന് പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി ശാപം ഒഴിവാക്കാമെന്ന് കരുതി പുറകെ വന്നവർ കാണുന്ന കാഴ്ച, വീട്ടിൽ ദുഃഖിച്ചിരുന്ന മുഖഭാവത്തോടെ ഇരിക്കുന്ന ഒരു മാർത്തയുടെ മുഖമല്ല കാണുന്നത്. ലാസർ വീട്ടിനകത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യാശയുള്ള ഒരു മുഖഭാവത്തോടെയാണ് നാസറേയന്റെ മുഖത്തേക്ക് നോക്കി അവൾ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാ. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നവരല്ല പ്രിയപ്പെട്ടവരെ, ബലഹീനമായ ശരീരത്തിൽ ജീവിക്കുന്നവരാണ്, നിർജീവത്വമുള്ള ശരീരത്തിൽ ജീവിക്കുന്നവരാണ്, വിഷയങ്ങളുടെ വേലിയേറ്റങ്ങൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന മണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാകുന്ന നമുക്ക് പലതും ഒരു പക്ഷെ തരണം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവിക ദർശനത്തിന്റെ ആഴം, ദൈവിക നിത്യതയുടെ ആഴം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ആമേൻ. അങ്ങനെയെങ്കിൽ അവൾ വന്ന് യേശുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധേയമായി നാം വായിച്ചു കേട്ടു. എന്താ വായിച്ചത്? യേശുവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ല, എന്റെ സഹോദരൻ മരിക്കില്ല. ആമേൻ, ആമേൻ. ഈ വാക്ക് കേട്ടപ്പോൾ എന്റെ കർത്താവിന് മനസ്സിലായി, ആമേൻ, ഇവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആരും പറയാതെ തന്നെ അവൾക്ക് ബോധ്യമായി, ഞാൻ മരണത്തിന്മേൽ അധികാരിയാണ് എന്ന് അവൾ സമ്മതിക്കുകയാണ്. ആമേൻ. ആര്? യേശു മരണത്തിന്മേൽ അധികാരിയാണെന്ന് അവൾ വിശ്വസിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അവൾ പറയുന്നത്. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പല വിഷയങ്ങളുടെ നടുവിലും പലതും സംഭവിക്കുന്നത് യേശുവില്ലാത്തത് കൊണ്ടാണ്. ആമേൻ. അതുകൊണ്ട് ഈ ഒരു ദർശനം നിങ്ങൾ, ഈ ഒരു ദൂത് നിങ്ങൾ മറന്നു പോകരുത്. പല വിഷയങ്ങളിലും യേശു ഇല്ലാത്തത് കൊണ്ട് പല പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നവരാണ്. യേശു ഉണ്ടേലും അഭിമുഖീകരിക്കാം, അത് ദൈവനാമമുഖത്വത്തിന് വേണ്ടിയാ. പക്ഷേ യേശുവിനെ നിർത്തേണ്ട സ്ഥാനത്ത്, യേശുവിനെ സ്വീകരിക്കേണ്ട സ്ഥാനത്ത്, യേശുവിന് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്കാൻ കഴിയാതെ പോകുന്നത് നിമിത്തം പല സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ കടന്നു കയറുന്നത് ദൈവിക സാന്നിധ്യമല്ല, അവിടെ കടന്നു കയറുന്നത് മറ്റു പല സാന്നിധ്യങ്ങളും മറ്റു പല വ്യാപാരങ്ങളുമാണ് കയറി വരുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന് ആഗ്രഹം, അമ്മേൻ, എന്റെ സ്ഥാനം അവിടെ അവർ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നെങ്കിൽ അവിടെ ഉള്ളിന്റെ ഉള്ളിൽ പറയാൻ കാരണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല, ഞാൻ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് അന്നേ മനസ്സിലായി യേശു മരണത്തിന്മേൽ
ജയാളിയാണെന്നുള്ളത്. അമ്മേ, അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മദൈവത്തോട് പറയട്ടെ, അപ്പനും അമ്മയും മരിച്ച വീട്ടിനകത്ത് യേശു കയറി വരുന്ന പല സന്ദർഭങ്ങളിലും മരണഭീതി ഒഴിഞ്ഞു മാറിയത് ഇവരുടെ അനുഭവമാണ്. അമ്മേൻ. ഇവര് പലപ്പോഴും ദുഃഖത്തിൽ, അപ്പനും അമ്മയൊക്കെ മരിച്ചില്ലേ, അതിന്റെ ദുഃഖത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ യേശു കയറി വരുമ്പോൾ ആ മരണ നിരാശ അവരുടെ വീട്ടിലില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നത്, യേശുവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അമ്മേൻ. ഉടനെ യേശു, അമ്മേൻ, അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും അവളുടെ അധരത്തിൽ നിന്ന് ഒരു ശബ്ദം കൂടെ പുറത്തേക്ക് വരികയാണ്, ഇപ്പോഴും അങ്ങ് ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് ദൈവം അങ്ങക്ക് നൽകും എന്ന് എനിക്കറിയാം. ഓ റമന ഹത്തൽ പ്രൊസസിയാന, നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നു? ആ വെളിപ്പാട് കണ്ടോ? അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പറയുകയാണ്, ഇപ്പോഴും അങ്ങ് ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് ദൈവം അങ്ങക്ക് തരും എന്ന് എനിക്കറിയാം. ഓ, ഈ വെളിപ്പാട് എത്ര പേർക്കുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന് സാരാംശം, ഇവൾ കൃപായുഗത്തിൽ ജനിച്ചവളല്ല, ഇവൾ കൃപായുഗത്തിൽ ജനിച്ചവളല്ല, ഇവൾ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവളാണ്. അമ്മേൻ. കൃപായുഗത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണടക്ക ഉയർത്തെഴുന്നേൽപ്പിനോട് ചേർന്ന് പുറത്തു വന്ന കൃപായുഗമാണ്. ആ കൃപായുഗത്തിന് കീഴിൽ ജനിക്കുന്നവരാണ് പൂർണ്ണമായി കൃപായുഗത്തിൽ ജനിച്ചെന്ന് പറയാൻ കഴിയത്തുള്ളൂ. യേശുവിന്റെ മരണത്തിന് മുമ്പ് ജനിച്ചവരെല്ലാം ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവരാണ്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മരണത്തിന് മുമ്പ് ജനിച്ച മാർത്തയും മറിയയും ലാസറും അവർ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവരാണെങ്കിൽ അവരുടെ പഠനം എന്തായിരുന്നു? അവരുടെ പഠനം, ദൈവത്തിനും മനുഷ്യന്റെ ഇടയിൽ കുറെ പുരോഹിതന്മാരുണ്ട്, കുറെ പുണ്യവാളന്മാരുണ്ട്, കുറെ ആചാരങ്ങളുണ്ട്, കുറെ അനുഷ്ഠാനങ്ങളുണ്ട്. അതെല്ലാം ഇടകലർത്തിക്കൊണ്ട് മാത്രമേ ദൈവത്തിന്റെ ഇടയിലേക്ക് ഞങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റൂ എന്ന് വിശ്വസിച്ചു വന്നിരുന്ന പഠനം അവരുടെ മേലിരിക്കെ ഇവൾ പറയുന്നു, ഇല്ലില്ല, അങ്ങ് പിതാവിനോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് കിട്ടുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന വെളിപ്പാട് ദൈവത്തിനും മനുഷ്യന്റെ ഇടയിൽ ഏക മധ്യസ്ഥനങ്ങ് മാത്രമേ ഉള്ളൂ. ഏക മധ്യസ്ഥനാണെന്ന് അവൾ ഉറപ്പിച്ചു പറയുമ്പോൾ, ഒരു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവള് ആ പറയാനുള്ള വെളിപ്പാട് കിട്ടിയെങ്കിൽ, പെന്തക്കോസ്ത് സമൂഹമേ, ആത്മനിയോഗം പ്രാപിച്ചവരെ, ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവരെ, നമുക്കും വിളിച്ചു പറയാം, നമ്മുടെ ഇടയിൽ മറ്റൊരുവനില്ല, നമ്മുടെ ഇടയിൽ മറ്റൊരുവനില്ല. പ്രവാചകന്മാരിൽ പ്രവാചകൻ എന്റെ യേശു മാത്രമാണ്. അവൻ ന്യായാധിപന്മാരിൽ ന്യായാധിപൻ നമ്മുടെ കർത്താവാണ്. അവൻ സകലത്തിന്റെയും കാരണഭൂതൻ നമ്മുടെ ദൈവമാണ്. അവൻ എന്തെങ്കിലും ദൈവത്തോട് അപേക്ഷിച്ചാൽ അത് ലഭിക്കുമെന്നുള്ള ഒരാത്മവെളിപ്പാട് നമ്മുടെ മേൽ കിടക്കുന്നിടത്തോളം കാലം ദൈവജനം പരാജയപ്പെടില്ല, ദൈവസഭ പരാജയപ്പെടില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ലഭ്യമാകാതെ പോകില്ല. അത് ഏത് രാജ്യമായിക്കോട്ടെ, ഏത് പശ്ചാത്തലമാകട്ടെ, ഏത് നിലവാരത്തിലാകട്ടെ, അത് നിറഭേദങ്ങൾക്ക് വ്യത്യാസമാണ്. നിറഭേദങ്ങൾ വ്യത്യാസമില്ലാതെ, കുലീനതകൾക്ക് വ്യത്യാസമല്ല, യാതൊരു മേഖലകൾക്കും വ്യത്യാസമില്ലാതെ നമ്മുടെ കർത്താവിനുള്ള ആഴമായ നിത്യതയുടെ വെളിപ്പാട് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഉറക്കെ പ്രഖ്യാപനം ചെയ്യാൻ കഴിയട്ടെ, നമ്മുടെ കർത്താവിന് ഇപ്പോഴും ചിലത് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വെളിപ്പാട് നമ്മുടെ മേലുണ്ടാകണം. ഇതിനകത്തിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും നാളുകളിൽ എങ്ങനെയാണ് ആ വിഷയം പരിഹരിക്കപ്പെടേണ്ടത്, ഇന്ന് രാത്രിയാകുന്നതിന് മുമ്പ് എങ്ങനെ അത് പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഒരു ഫോൺ കോൾ വരുമ്പോൾ ഞാൻ എന്താണ് അതിന് മറുപടി പറയേണ്ടത്? ആമേൻ. അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? അവരെന്നെ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്താണ് അവർക്ക് ഇതിനുള്ള ഉത്തരം കൊടുക്കേണ്ടത്? അല്ല, വ്യക്തിപരമായി ഞാൻ എങ്ങനെയാണ് അതിന്റെ മറുപടി കണ്ടെത്തേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുമ്പോഴും നമ്മുടെ വിശ്വാസം ഒന്നായിരിക്കട്ടെ, കർത്താവിന് ഇപ്പോഴും ചിലത് ചെയ്യാൻ കഴിയും, എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരെ, ഈ പകലിൽ ചിലരുടെ മേൽ ഒരു പുത്തൻ ദൈവിക ദർശനത്തിന് വെളിപ്പാട് ഇന്ന് രാത്രി വീഴുന്നതിന്, ഈ പകലിൽ വീഴുന്നതിനായി സ്തോത്രം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവ് അപേക്ഷ കഴിച്ചുകൊണ്ടിരിക്കുക, പക്ഷപാതം നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ദൈവദാസി നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ദൈവകുഞ്ഞ് അവൻ ലീഡ് ചെയ്യുവാനിടയായി, ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ലീഡ് ചെയ്തു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനായി സൂമിൽ വന്ന് ഇങ്ങനെയൊക്കെ ഒത്തിരി പേരുടെ വിഷയങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായത്? ഇതൊക്കെ ഇതിന് പിന്നിലുള്ള സാരോദ്ദേശം എന്താ? നമുക്കൊന്നറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് റോയി പാസ്റ്ററോടല്ല, ഇവിടെ ഗസ്റ്റായി വന്നിരിക്കുന്ന ജെയ്സൺ ഐസക്കിനോടല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് പലയിടങ്ങളിൽ ആത്മനിയോഗത്തോടെ ഒരുപോലെ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നൊരു ദൈവമുണ്ട്, അത് കർത്താവായ യേശുവാണെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം
പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി അത് വലിയ മറുപടികൾക്ക് കാരണമാകുമെന്ന് ഈ പകൽ ഞാൻ ചിലരോട് ദൈവാത്മാവിന്റെ വെളിപ്പാടിൽ കൈമാറിക്കോട്ടെ. വിശ്വസിക്കുന്നവരെ ആമേൻ പറയാൻ കഴിയുമോ? ഓ താങ്ക് യു ജീസസ് ലോർഡ്, ഹല്ലേലൂയ. ഉടനെ തന്നെ യേശു അവളോട് മറുപടി കൊടുക്കുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് പറഞ്ഞപ്പോ യേശു അവളോട് പറയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ മാർത്ത വീണ്ടും പറയാണ്, യേശുവേ എന്റെ സഹോദരൻ ഉയർക്കും, നസ്രയനെ എന്റെ സഹോദരൻ ഉയർക്കും, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർക്കും. ഓ ഷാബാന വൈസസിയാന, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യേശു പറഞ്ഞത് ഇപ്പൊ നിന്റെ സഹോദരൻ ഉയർക്കുമെന്നാണ് പറഞ്ഞത്, ഇന്ന് നിന്റെ സഹോദരൻ ഉയർക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവള് പറയുകയാണ്, ആമേ എന്റെ സഹോദരൻ ഉയർക്കും, അത് ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കും. ഓ ഇത് കേട്ടപ്പോ എന്റെ കർത്താവിന് ഭയങ്കര ആവേശമുണ്ടായി കേട്ടോ. ആമേന് ഭയങ്കര ആവേശമുണ്ടായി. ഇവൾ കയറി പിടിച്ചത് പുനരുത്ഥാനത്തിന്റെ ഉയർപ്പിലാണ്. ആമേൻ. യേശു പറഞ്ഞത് ഇപ്പൊ ഒരു ഉയർപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്, പക്ഷേ ഇവൾ കയറി പിടിച്ചത് ആമേൻ പുനരുത്ഥാനത്തിന്റെ ഉയർപ്പിലാണ്. ഞാൻ വിശ്വസിക്കുന്നത് അയ്യോ പൈതലേ, യേശു അവിടെ വരുമ്പോൾ നിത്യജീവനെ കുറിച്ച് പഠിപ്പിച്ചില്ലേ, ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചില്ലേ? ഈ പഠിപ്പീരിനകത്ത്, ആ വെളിപ്പാടിനകത്ത് ആമേൻ ഒരു പുനരുത്ഥാനം അന്തർലീനമായിരുന്നു. അങ്ങനെങ്കിൽ നമുക്ക് ആ വിശ്വാസം നമ്മുടെ മേൽ വന്ന് വ്യാപരിക്കട്ടെ. നമ്മൾ എത്രയോ കാലഘട്ടങ്ങളായി കർത്താവിന്റെ വരവിനെ കുറിച്ച്, കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, റോയ് പാസ് പറഞ്ഞതുപോലെ പുതിയ പുതിയ ജനറേഷൻ എഴുന്നേറ്റ് വരുമ്പോൾ, പുതിയ പുതിയ പഠിപ്പീരുകൾ എഴുന്നേറ്റ് വരുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകുകയാണ്. ഏതാണ് സത്യം? നിത്യജീവൻ എന്താ? എപ്പോഴാ? ഏത് തരത്തിലാണ് അത് ഉൾക്കൊള്ളേണ്ടത്? കർത്താവ് വന്നോ പോയോ വരുവോ ഇനി അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ കൺഫ്യൂഷൻ ആകുമ്പോൾ പെന്തക്കോസ്ത് സമൂഹം ദൈവാത്മാവിന്റെ നേരിട്ടുള്ള അഭിഷേകം മാളിക മുറിക്കകത്തിറങ്ങി വന്ന അഭിഷേകമാണ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതെങ്കിൽ ആമേൻ ലജ്ജ കൂടാതെ വിളിച്ചു പറയുക, നമ്മുടെ നാഥൻ വരും. ഒരു പുനരുത്ഥാനമുണ്ട്, ആമേൻ, ഒരു രൂപാന്തരമുണ്ട്. ആ ഒരു വെളിപ്പാട് ആമേൻ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവരുടെ അകത്ത് കയറിയെങ്കിൽ, ആമേൻ കൃപായുഗത്തിനകത്ത് ജനിച്ച് അഭിമാന പുരസ്സരം ഞാൻ ദൈവവേദലാണെന്ന് വിളംബരം ചെയ്യുന്ന ദൈവവേദല നമ്മുടെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ. ആ വ്യാപാരം കൊണ്ട് നമ്മളൊന്ന് നടന്നാ മതി, വിടുതൽ നടക്കും. ഹല്ലേലൂയ. ആരും നമ്മുടെ മേൽ കൈവച്ചില്ലേലും കൈവയ്ക്കേണ്ടത് കൈവച്ചോട്ടെ. ആമേ തലയിൽ ആമേൻ വെച്ച് ആലോചന പറയേണ്ടവർ ആലോചന പറഞ്ഞോട്ടെ, പേരുകൾ പ്രസ്താവിച്ച് ആലോചന പറയേണ്ടവർ പറഞ്ഞോട്ടെ. പക്ഷേ ആമേൻ ദൈവാത്മാവ് നമ്മുടെ മേൽ യാഥാർത്ഥ്യമായി വ്യാപരിക്കുന്നെങ്കിൽ നമുക്ക് വിശ്വസിപ്പാൻ കഴിയണം. ഒരു പുനരുത്ഥാനത്തിന്റെ വിടുതലിരിക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ താൽക്കാലിക വിടുതലുകളെക്കാൾ ഞാൻ പ്രതീക്ഷ വെച്ചിരിക്കുന്നത് ആ വിടുതല. ആമേൻ. അത് ഒരു ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവരുടെ ഉള്ളിൽ ആ ആത്മമണ്ഡലം വ്യാപരിക്കാൻ തുടങ്ങിയെങ്കിൽ അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടില്ല, മാളിക മുറിക്കകത്ത് നമ്മൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പുനരുത്ഥാനത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവൾ വിശ്വസിപ്പാൻ ഹേതുവായെങ്കിൽ ഇതിനെ ചുമക്കുന്ന, ഇതിനെ അനുഭവിക്കുന്ന, ഈ വചനത്തെ ആത്മാവിൽ സ്വീകരിക്കുന്ന നമുക്കും പറയുവാൻ കഴിയട്ടെ, ആമേൻ, യേശുവേ അങ്ങയുടെ സാന്നിധ്യം എത്ര വലുതാണ്, അങ്ങയുടെ നിത്യജീവന്റെ വെളിപ്പാട് എത്ര ശ്രേഷ്ഠമാണ്. അതെന്റെ മേൽ ഉള്ളിടത്തോളം കാലം ഞാൻ എല്ലാറ്റിലും ജയാളിയാകും. പാപം ഒഴികെ എല്ലാറ്റിന്മേലും ഞാൻ ജയിച്ചു കയറും, എല്ലാറ്റിന്മേലും ഞാൻ മുന്നോട്ട് വരും. പാപത്തിന്റെ ശക്തികളെ ഞാൻ തകർത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് ദൈവ സാന്നിധ്യത്തിൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കേൾക്കൂ, യേശു കർത്താവ് അവളോട് പറയുന്നു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ മാർത്തയുടെ കൂടെ മറിയയും വീട്ടിലുണ്ടായിരുന്നു. മറിയ നിത്യജീവനെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച്, സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ മറിയ വീട്ടിലില്ലായിരുന്നോ? 100% ഉണ്ടായിരുന്നു. അവൾ എന്തേ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാഞ്ഞത്? അവൾക്ക് യേശുവിനെ വേണ്ടേ? യേശുവിനെ എതിരേൽക്കാൻ അവള് എന്താ പുറത്തേക്ക് വരാഞ്ഞത്? അവൾ അകത്തിരിക്കുകയായിരുന്നു. അവൾ വീട്ടിലിരുന്നു, അവൾ അകത്തിരുന്നു എന്നാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വളരെ ആത്മാവിൽ ആ ഭാഗത്തെ ആത്മാവിൽ പഠിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അമ്മേ, അവൾക്ക് യേശുവിനെ വേണ്ടാത്തത് കൊണ്ടല്ല, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവിടെ ഉള്ളിൽ ഇല്ലാഞ്ഞത് കൊണ്ടല്ല അവൾ പുറത്തേക്ക് ഇറങ്ങാഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു വെളിപ്പാടാ കേട്ടോ, ഇത് വചനത്തിന്റെ ഒരു വെളിപ്പാടാ. അവൾ കയറിപ്പോയത് എന്തിനാണെന്നറിയാമോ? അവൾ അടുക്കളയിലോട്ട് കയറിയതാ. എന്തിനാ കയറിയെന്നറിയാമോ? യേശു എപ്പോഴെല്ലാം ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ യേശു ആഹാരം കഴിക്കാതെ പോയിട്ടില്ല.
യേശുവിന് ആഹാരം കൊടുക്കാതെ വിട്ടിട്ടില്ല. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു അവൾ ആഹാരം ക്രമീകരിക്കാൻ പോയതാ. ആൾക്കാരെ എന്ന് പറഞ്ഞാണ്, മക്കളെ നിങ്ങൾ ഇവിടെ വീട്ടിനകത്തെ ഇപ്പൊ തീ കത്തിക്കരുത്, അടുത്ത വീട്ടിൽ ആ മരണ വീടാണെങ്കിൽ അടുത്ത വീട്ടിൽ ചാപ്പാട് വെക്കും, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അകത്തോട്ട് കയറണ്ട. എങ്കിലും അവള് കയറിയെങ്കിൽ അത് ഏതോ ഭൂതോദയം വന്ന് അവൾ എന്തോ ചെയ്തോട്ടെന്ന് ഒരു പക്ഷെ ആൾക്കാർ പറഞ്ഞാണ്. പക്ഷേ അങ്ങനൊന്നുമല്ല. അവൾക്കറിയാം, യേശു ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യേശു ആഹാരം കഴിക്കാതെ പോയിട്ടില്ല. എന്റെ ചേച്ചി യേശുവിനെ എതിരേൽക്കാൻ, അല്ലെങ്കിൽ എന്റെ സഹോദരി യേശുവിനെ എതിരേൽക്കാൻ പുറത്തു നിൽക്കുമ്പോൾ ഞാൻ അകത്തത് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോകുക. കാരണം യേശു ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ, ഇന്നലകളിൽ യേശു വന്നപ്പോൾ ആഹാരം കഴിച്ചത് ആരൊക്കെയാണെന്നറിയാമോ? ഞാനും എന്റെ സഹോദരി മാർത്തയും, ഞാൻ മറിയയും എന്റെ സഹോദരൻ ലാസറും കൂടി ഇരുന്നാണ് യേശുവായിട്ട് ആഹാരം കഴിച്ചിട്ടുള്ളത്. അതിന് വിപരീതമായി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്റെ സഹോദരൻ നാറ്റം വെച്ച് കല്ലറയ്ക്കകത്താ കിടക്കുന്നെങ്കിലും ആഹാരം കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഹോദരൻ ഇവിടെ ഇരിക്കുമെന്നുള്ള ഉറപ്പ് അവളുടെ ഹൃദയത്തിനകത്ത് വ്യാപരിച്ചിരുന്നു. അത് തന്നല്ലേ പിന്നത്തേതിൽ നമ്മൾ കാണാൻ കഴിയുന്നത്? യേശുവുമായിട്ട് ലാസർ ഭോജനത്തിനിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആശയ്ക്ക് വിരോധമായി ആശയോടെ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വിടുതലുകൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ചലിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങളുടെ മേൽ ആത്മനിയോഗത്തോടെ ഈ പകലിൽ ആത്മാവ് കൈമാറുകയാണ്. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ദൂതാണെങ്കിൽ ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ. അഹരോന്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയുണ്ട്. ആ വടി കുറെ നാളുകളായിട്ട് ഉണങ്ങി ഇരിക്കുകയാണ്. പല ഗോത്രക്കാരും പലരും വന്ന് പറയുന്നു, അഹരോനെ ഈ വടി കൊണ്ടൊരു പ്രയോജനവുമില്ലടാ, ഇത് വലിച്ചൊടിച്ച് കളയുക, ഇത് ഉണങ്ങിപ്പോയി, ഇതിനെ വലിച്ചെറിയുക. പക്ഷേ അവനത് ചെയ്യാൻ തയ്യാറല്ല. അഹരോൻ എന്താ ചെയ്തെന്നറിയാമോ? എല്ലാവരും വിശ്രമിക്കുമ്പോൾ, എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ അഹരോൻ ആ വടിയും എടുത്തുകൊണ്ട് യഹോവയുടെ സാക്ഷ്യപെട്ടകം ലക്ഷ്യമാക്കി ആ ഇരുട്ടിന്റെ മറവിൽ നീങ്ങിക്കൊണ്ടിരുന്നു. പല സന്ദർഭങ്ങളിലും ആ വടി കൊണ്ടുവന്ന് യഹോവയുടെ സാക്ഷ്യപെട്ടകത്തിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ചാരി വെച്ചിട്ട് ഓരോ പ്രഭാതത്തിലും ആൾക്കാർ ഉണരുന്നതിന് മുമ്പ് അവൻ വടിയെടുത്തു കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ഇതാ അവൻ ചെന്ന് നോക്കുമ്പോൾ സാക്ഷ്യപെട്ടകത്തിൽ ചാരിയിരിക്കുന്ന അഹരോൻ കൊണ്ടുവച്ച വടി അത് തളർത്തു, അത് പൂത്തു, അത് ബദാം കായ് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, ലാസറേ, നീ അതിനകത്ത് ജീർണിച്ച് 4 ദിവസമായി അതിനകത്ത് കിടക്കുകയാണെങ്കിലും ഭാരപ്പെടണ്ട. അതിനെ ഉള്ള പഴയ അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിവുള്ളവനായ ഒരു കർത്താവാണ് യെരുശലേമിൽ നിന്ന് ബേഥാന്യയിലേക്ക് വന്നിരിക്കുന്നത്. അവന്റെ മേൽ ഒരു അധികാരം വ്യാപരിക്കുന്നുണ്ട്. ഈ പകലിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവാത്മാവിൽ കേന്ദ്രീകൃതമായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്തൃവാദപീഠത്തിൽ ആ മുട്ടുമടക്കിയിരിക്കുന്നെങ്കിൽ, ഈ സൂമിൽ കൂടി പലയിടങ്ങളിൽ നിങ്ങൾ മുട്ടുമടക്കിയിരിക്കുമ്പോഴും ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കുവാൻ, നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ അനുഭവിക്കുവാൻ, നിങ്ങളുടെ ശാരീരിക മണ്ഡലങ്ങൾ അനുഭവിക്കുവാൻ, നിങ്ങളുടെ ഉപജീവന തലങ്ങൾ അനുഭവിക്കാൻ, നിങ്ങളുടെ ആത്മീയ കൂട്ടായ്മകളെ അഭിവൃദ്ധി പ്രാപിപ്പാൻ ദൈവാത്മാവ് കാരണമൊരുക്കുമെന്നും അതിന്റെ മേൽ കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കുമെന്നും യഹോവയുടെ അരുളപ്പാട് കൈമാറുമ്പോൾ ഈ പകലിത് സ്വീകരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിനോട് ചേർന്ന് ഞാൻ എന്റെ ഒരു അനുഭവത്തെ പ്രത്യാശയോടെ നിങ്ങളുടെ മുമ്പിൽ കൈമാറിക്കോട്ടെ. ഈ ഇരുന്ന് സന്ദേശം നൽകുമ്പോൾ മനോഹരമായ ഒരു ആലയത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളുമായി കൈമാറുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ വിശ്വാസം ഇവിടെ ആ ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ച ദൈവകുഞ്ഞ് പറയാനിടയായി തീർന്നു. നാളുകളായിട്ട് ദൈവഭൃത്യൻ ഒരു ആരാധനയുടെ ക്രമീകരണങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, നമുക്കത് നൽകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ഈ കാണുന്ന ഈ ആരാധനാലയം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തമല്ല. ഞങ്ങൾ പാർത്തിരുന്ന തിരുവനന്തപുരം പട്ടണത്തിൽ മുട്ടട എന്ന് പറയുന്ന കേശദാസപുരത്തിനടുത്ത് 13 വർഷങ്ങളായി ഒരു സ്ഥലത്ത് വാടക കൊടുക്കാതെ ഞങ്ങൾ പാർക്കുകയും തിരുവനന്തപുരം സിറ്റിയിൽ 37 ലക്ഷം രൂപ വാടക ഇനത്തിൽ കൊടുത്ത് ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പായിട്ട് ഇന്നേക്ക് 12 മാസം കഴിഞ്ഞ് ചില ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് എനിക്ക് ശാരീരികമായ ഒരു പ്രയാസം നേരിട്ടു. ഞാൻ ആ വേദനകളൊക്കെ കടിച്ചമർത്തി കുറെ നാൾ മുന്നോട്ട് പോയി. ആ വേദനകൾ വർദ്ധിച്ചു വന്നു. കഴുത്തിന്റെ പെയിൻ കൂടിക്കൊണ്ടിരുന്നു. എനിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. പല ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവരെ എക്സ്റേകൾ എടുത്തു.
എന്റേതായ കഴുത്തിന് എല്ല് തേയ്മാനമുണ്ട്, അവര് കോളറിടണം, MRI എടുത്തു, ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ അവർ വിളിച്ചു പറഞ്ഞു. അതിന്റെ എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിലും എനിക്ക് ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ വാഹനങ്ങൾ ഒതുക്കി വിശ്രമിച്ച് പിന്നെയും പോയി ശുശ്രൂഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ എന്റെ മുമ്പിൽ വന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് എന്റെ ശരീരത്തിനകത്ത് വല്ലാത്തൊരു പ്രതിസന്ധി നേരിട്ടു. എന്റെ വാഹനം അപകടത്തിലേക്ക് പെടുന്നു. പിന്നീട് ഞാൻ ബോധമുള്ളവനായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ അറ്റാക്കാണ് എനിക്ക് സംഭവിച്ചിരുന്നത്. 53 ദിവസം ഞാൻ ICU യൂണിറ്റിൽ ഹാർട്ട് ബ്ലോക്കുകളായിട്ട് ഭാരപ്പെട്ടു. വൈദ്യശാസ്ത്രം പറഞ്ഞു ഇനി ഒരു വിടുതലില്ല, ഇനി എഴുന്നേറ്റ് വരില്ല. എന്റെ സഹോദരനൊക്കെ അവർ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം ഒരു പ്രാസംഗികനാണ്. അദ്ദേഹത്തോട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി പ്രസംഗിക്കാൻ കഴിയുകയില്ല, അദ്ദേഹത്തിന്റെ ഒരു സൈഡ് പോയി. പ്രിയപ്പെട്ടവരെ, എന്റെ ഭാര്യ സഹധർമ്മിണി ബോബസ് ബാസ് എന്ന് പറഞ്ഞ ദേവദാസിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. ദീർഘദിവസങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. ഏകദേശം 9 ബ്ലോക്കുകൾ എന്റെ ഹാർട്ടിനകത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, അതിനകത്ത് 6 ബ്ലോക്കുകൾ അവർ മാറ്റി 6 സ്റ്റെന്റുകൾ എന്റെ ഹാർട്ടിൽ ഇട്ടിരിക്കുകയാണ്. സാധാരണ 3 സ്റ്റെന്റുകൾക്ക് അപ്പുറത്തേക്ക് ഇടാൻ കഴിയില്ല. പിന്നീട് ബൈപ്പാസിലേക്ക് പോകത്തുള്ളൂ. പക്ഷെ എനിക്ക് ബൈപ്പാസ് അവർക്ക് ചെയ്യാൻ കഴിയില്ല. ശ്രീചിത്ര ഡോക്ടേഴ്സ് എന്നെ ചെക്കപ്പ് ചെയ്തു. ബൈപ്പാസ് ചെയ്യാൻ കഴിയില്ല. കാരണം 1 സെക്കൻഡിൽ തന്നെ എന്റെ ബ്ലഡ് ക്ലോട്ട് ആകുകയാണ്. 5 സെക്കൻഡുകളെടുത്ത് മാത്രമേ ബ്ലഡ് ക്ലോട്ട് ആകുന്നവർക്ക് മാത്രമേ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഓപ്പറേഷന് വേണ്ടി കീറുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആകുന്ന ഒരു ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് 6 സ്റ്റെന്റുകൾക്ക് ഞാൻ വിധേയപ്പെടേണ്ടത് വന്നത്. ഇപ്പോഴും ബാക്കിയുള്ള ബ്ലോക്കുകൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇനി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവരാജ്യത്തിന്റെ വക്താവായി വീണ്ടും നിർത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മഹത്വമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ സന്ദേശങ്ങൾ നൽകുമ്പോഴും, ഞാൻ ശരീരത്തിൽ അത്ര ബലഹീനനായിട്ട് ഭാരപ്പെടുമ്പോഴും ഈ സന്ദേശം നൽകുമ്പോൾ ഞാൻ ആവേശത്തിലാണ്. കാരണം മരണത്തോടെ എന്റെ കാര്യങ്ങൾ, എന്റെ വാഗ്ദത്തങ്ങൾ അസ്തമിപ്പിക്കാൻ നോക്കിയ സ്ഥാനത്ത് ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം മടക്കി നൽകിയെങ്കിൽ ആ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഞാൻ തയ്യാറാണ്. എന്റെ കർത്താവിന് ഇപ്പോഴും ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി. എല്ലാ ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പാർത്തിരുന്ന വീട് ഒരു കോന്നി സ്വദേശിയുടെ വീടാണ്. വലിയൊരു കൊട്ടാര വീടായിരുന്നു അത്. പെട്ടെന്ന് അത് വിൽക്കാനായിട്ട് അവർ തയ്യാറായി. ഓൺലൈൻ വഴി അതിന്റെ കച്ചവടങ്ങളെല്ലാം പൂർത്തിയായി. ഞങ്ങൾ എങ്ങോട്ട് പോകണം ഈ സാഹചര്യത്തിൽ എന്നറിയാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവിടെ വെച്ച് മുട്ടടയിൽ ഏകദേശം ഞങ്ങൾ പാർത്തിരുന്ന 13 വർഷത്തിന്റെ ഇടയിൽ ഒരു യാക്കോബ ഫാമിലിയിൽപ്പെട്ട ഒരു ആംഗിളുമായിട്ട് പരിചയപ്പെട്ട് എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. നിത്യജീവൻ, ദൈവരാജ്യം, അദ്ദേഹമായിട്ട് നന്നായി നടക്കുമ്പോഴെല്ലാം സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനോട് വിളിച്ചു പറഞ്ഞു, UK ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ പാസ്റ്റർ ഇവിടുന്ന് പോകുകയാണ്, നീ ഇത് വാങ്ങിച്ചാൽ അവർക്ക് ഇവിടെ പാർക്കാൻ പറഞ്ഞു. പപ്പാ, എനിക്കിത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിന്റെ പിറ്റേ ആഴ്ച നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ പിതാവിനെ കാണാൻ വന്നപ്പോൾ എന്നെ വന്ന് സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു കൂട്ടം ചാവി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പട്ടം പ്ലാമൂട് ഹൈവേക്ക് സൈഡിൽ 14 സെന്റും ഒരു വീടുമുണ്ട്, പാസ്റ്റർ ഫ്രീ ആയിട്ട് അതിൽ പോയി താമസിക്കുക, എത്ര കാലം വേണമെങ്കിലും താമസിക്കാം. അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ആലയം പണിയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉള്ള ഒരു വസ്തു. ഞങ്ങൾ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചു, സാർ, ഞങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥനയുടെ ക്രമീകരണങ്ങൾ ചെയ്യട്ടെ. അദ്ദേഹം ഞങ്ങളോട് സന്മനസ്സോടെ പറഞ്ഞു, പാസ്റ്റേ, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യൂ. ഞങ്ങളുടെ നാട്ടിലുള്ള ചെറിയ കുറച്ച് വസ്തു മാത്രമുള്ള അതെല്ലാം ലോൺ വെച്ചു. ചെറിയ ബാങ്കുകളിലെല്ലാം ലോൺ എടുത്ത് മനോഹരമായി ഈ ഒരു ആലയം പണിയുവാൻ ദൈവം പട്ടണത്തിൽ സഹായിച്ചു. ഞാൻ പറഞ്ഞത്, ഒരു പ്രതിസന്ധി നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അതിന്റെ പിന്നിൽ ചലിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്നു. ഇപ്പോഴും കർത്താവിന് വേണ്ടി വിശ്രമം കൂടാതെ ഓടുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ഹല്ലേലൂയ, കർത്താവിന് ഇപ്പോഴും ചിലത് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ, നമുക്ക് വേണ്ടി അടയാളങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉടനെ തന്നെ യേശു ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കേൾക്കൂ, ഒത്തിരി പേര് അവിടെ ഉണ്ട്. ആശ്വസിപ്പിക്കാൻ വന്ന ഒത്തിരി യഹൂദന്മാർ അവിടെയുണ്ട്, ഒത്തിരി നാട്ടുകാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവിടെ ഇടയിലേക്ക് യേശു കയറി ചെല്ലുമ്പോൾ യേശുവിന്റെ കണ്ണിൽ ഒരു വ്യക്തിയെ ദർശിക്കാൻ കഴിഞ്ഞു. ആ ഒരു വെളിപ്പാടാ പറയുന്നത്. അതിന്റെ ഇടയിൽ ഒരാളെ ദർശിക്കാൻ കഴിഞ്ഞു. അത് വേറെ ആരുമല്ല, ലാസറിന്റെ അപ്പനെയും ലാസറിന്റെ അമ്മയും കൊന്ന് നിത്യജീവൻ ബെഥാന്യയുടെ മണ്ണിൽ വ്യാപരിക്കാതിരിക്കാൻ മുളയിലെ നുള്ളിക്കളയുക എന്നുള്ള പഴമൊഴിയോടുകൂടെ അവൻ ലാസറിനെ കൊന്ന് കല്ലറയിൽ വെച്ച്
യേശുവിന്റെ വരവിനെ തടയാൻ കാത്തിരുന്ന ഒരു ദുരാത്മാവ് അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാഴ്ച എന്റെ കർത്താവ് കണ്ടു. എന്റെ കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് പെട്ടു. യേശു മൈൻഡ് ചെയ്തില്ല കേട്ടോ. യേശു മൈൻഡ് ചെയ്യാതെ ആ കുഞ്ഞുങ്ങളെയും അവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നേരെ കല്ലറയുടെ അരികിലേക്ക് യാത്ര തുടരുകയാ. കല്ലറയുടെ അരികിലേക്ക് ചെല്ലുമ്പോഴും യേശു അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. യേശു അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുള്ള ഒരു കാഴ്ചയുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നസറേനായ യേശുവേ, നീ ഈ വീട്ടിൽ വന്നത് ശാപത്തിന് വേണ്ടി വന്നതാ. സഹോദരനായ ഞങ്ങളുടെ ലാസറിനെ കൊന്നത് നീയാണ്. നിന്നെ ഇപ്പൊ തന്നെ ആൾക്കാരെല്ലാം കൂടെ കല്ലെറിഞ്ഞോടിക്കുമടാ എന്ന് അവന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുകയാ. യേശു അത് മൈൻഡ് ചെയ്യാതെ യേശു മുഴങ്കാലുകൾ മടക്കി സ്വർഗത്തിലേക്ക് നോക്കി. തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകി. ഇത് കണ്ടോണ്ടിൽ ദുരാത്മാവിന് പറയാനുള്ള വാക്കെന്താണ്? യേശുവേ, നീ അനുശോചന സമയത്ത് ഇവിടെ വന്നില്ലല്ലേ? ഇപ്പൊ അനുശോചന അറിയിച്ച് നീ ഇപ്പോ ഇവിടുത്തെ പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി കരയുകയായിരിക്കും എന്ന് പറഞ്ഞ് അവൻ ഹൃദയത്തിനകത്ത് പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കണ്ണുനീർ തുടച്ചുകൊണ്ട് ആമേൻ സ്വർഗത്തിലേക്ക് നോക്കി ഒരു വിളി വിളിക്കുകയാണ്, ലാസറേ. ഓ റബാന ഹന്തൽ കമാന. തിരിച്ചൊരു പ്രതികരണം നിങ്ങൾ ആത്മാവിൽ ശ്രദ്ധിച്ചു നോക്കൂ. ആ വിളിയുടെ പിന്നിൽ നിങ്ങളുടെ ചെവികർണങ്ങളിൽ ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ട്. എന്തോ എന്റെ ഗുരുവേ, ലാസറേ, എന്തോ എന്റെ ഗുരുവേ. ആത്മവെളിപ്പാടുള്ള ദൈവമക്കൾക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ ലാസറിനെ വിളിക്കുന്ന ശബ്ദത്തിന് മുമ്പിൽ ലാസറിന്റെ തിരിച്ചുള്ള ശബ്ദം നിങ്ങളുടെ ചെവികളിൽ വിശ്വാസത്തോടെ കേൾക്കുന്നെങ്കിൽ അതത്ര ശ്രേഷ്ഠകരമാണ്. ആമേൻ. ലാസർ അതിനകത്ത് വിളികെട്ടിരിക്കുകയാണ്. ആമേൻ. ഉടനെ തന്നെ യേശു ആ ദുരാത്മാവിനെ തിരിഞ്ഞു നോക്കി കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോ നേരത്തെ കണ്ട മുഖമല്ല, നേരത്തെ കണ്ട വീരവാദം മുഴക്കി നിന്ന മുഖമല്ല ദുരാത്മാവിന്റെ മുഖം. ഇപ്പോൾ അവന്റെ മുഖമൊക്കെ കരുവാളിച്ചു. അവൻ തല കുമ്പിട്ടിരിക്കുന്നു. എങ്ങനെങ്കിലും ഇനി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി. യേശു ഒരു വിളി വിളിക്കുകയാണ്, ലാസറേ എന്നൊരു വിളി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വചനത്തിനകത്തേക്ക് ആ പ്രാർത്ഥനയുടെ വെളിപ്പാടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. എപ്പോഴാ ലാസർ ജീവിച്ചത്? എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്? ലാസറേ എന്ന് വിളിക്കുമ്പോൾ ആ സമയത്ത് ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നു. ശരി തന്നെയാണ്, അത് തന്നെയാണ് സത്യം. പക്ഷേ വെളിപ്പാടിന്റെ മേഖലകൾ ഒന്നും കൂടെ ഇറങ്ങിച്ചെന്ന് ചിന്തിക്കൂ. ഇപ്പോഴും നിനക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് അവൾ പറഞ്ഞില്ലേ? യേശു പറഞ്ഞില്ലേ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുന്ന? ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലാസറകത്ത് ചലിക്കാൻ തുടങ്ങി. ഇനി അവനെ വിളിച്ചാൽ മാത്രം മതി. അവന്റെ ചെവി അവിടെ ക്ലിയർ ആയി കഴിഞ്ഞു. അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവന്റെ ജീവൻ ചലിക്കാൻ തുടങ്ങിയത് കേവല കല്ലറയുടെ അരികിലേക്ക് യേശു അടുക്കുമ്പോ മാത്രമല്ല, ഇവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ ലാസറിനകത്ത് ചലിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ ഇന്ന് പകലിലും നിങ്ങൾ മുഴങ്കാൽ മടക്കുന്ന സമയം മുതൽ നിങ്ങളുടെ വിടുതലുകൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഒരു യോഗം ക്രമീകരിക്കുമ്പോൾ ഇതിന് പിന്നിൽ ദൈവദാസന്റെ ഒരു ആലോചന ദൈവാത്മാവ് നൽകുമ്പോൾ തന്നെ അനവധി പ്രിയപ്പെട്ടവരുടെ വിടുതലുകൾ, അനേക രാജ്യങ്ങളുടെ മേലുള്ള വിടുതലുകൾ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഇതിന് പിന്നിൽ ഇത് ചെയ്യാമെന്നുള്ള നിയോഗം വന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് പാടല്ല, ഇത് ദൈവനീതിയുടെ മഹത്വമായി ചലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, അഭിഷക്തനെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളായിരിക്കുന്ന പട്ടണത്തിനകത്ത് മഹത്തരമായ ശ്രേഷ്ഠകരമായതിനെ പണിതെടുത്ത ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവാത്മാവിനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് യഹോവയുടെ ആത്മാവിൽ എന്റെ അനുഭവത്തെ കേന്ദ്രീകരിച്ച് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് പണിയുക തന്നെ ചെയ്യും. ഞാൻ പറയട്ടെ, ഇത്രയും പേര് വിവിധ സ്ഥലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഒരുമിച്ച് ഈ സന്ദേശം കേട്ട് നമ്മൾ ദൈവദാസൻ ആരാധിക്കുന്ന ഇടത്ത് ഒരു ആരാധനാലയത്തിന് വേണ്ടി ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഏത് പാതാളത്തിന് അതിനെ ഇടിക്കാൻ കഴിയുന്നത്? ഏത് ശക്തികൾക്ക് അതിനെ പൊളിക്കാൻ കഴിയുന്നത്? ദൈവിക ദർശനം ഒരിക്കലും ഭൂമിയിൽ നിന്ന് ഉടലെടുത്ത് കയറി വന്നതല്ലല്ലോ, ഭൂമിയിൽ നിന്ന് കയറി വന്ന ഒരു ആലോചനയല്ലല്ലോ. ആകാശമേഘങ്ങൾക്കപ്പുറം ദൈവരാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി വന്ന വെളിപ്പാടാണെങ്കിൽ അതിനെ തടുക്കാൻ ഇവിടെ
കൊടുത്ത ശക്തികൾക്ക് എന്ത് അധികാരം? അതിന്റെ അധികാരങ്ങളെ മുഴുവനും കാൽവറിയിൽ തോൽപ്പിച്ച് ജയം പ്രഖ്യാപിച്ച ഒരുവന്റെ കരുതൽ ഇന്ന് പകലിൽ അഭിഷക്തനെ തങ്ങൾക്കും തന്റെ ശുശ്രൂഷകളുടെ മേഖലകളിലും ചലിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെട്ട് ആത്മാവിൽ കൈമാറുമ്പോൾ ഇതിനകത്ത് സംബന്ധിക്കുന്ന സകല ദൈവമക്കളുടെ മേലും ഒരു ദൈവിക വെളിപ്പാടിന്റെ വിടുതൽ ഇന്ന് പകലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനത് ആത്മാവിൽ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. മോളി റോസമ്മയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അശോകന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മിനി എന്ന് പറയുന്ന സഹോദരിയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്കായി ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആമേ മാത്യു അബുദാബി അവരുടെ മേൽ ഒരു ദൈവിക മഹത്വം ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കുന്ന വിടുതലുകൾ, ദൈവം ഒരുക്കുന്ന മഹത്വങ്ങൾ ദേശത്ത് നിങ്ങളെ അഭിവൃദ്ധിയോടെ നിങ്ങളായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവ് ഇടപെടുമെന്ന് ശക്തിയോടെ ആത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമമിട്ടോട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ആ ലാസറിനെ ആമേ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുവന്നു. എന്റെ ആമേ ആത്മനിയോഗത്തോടെ പറയട്ടെ, ലാസറിനെ യേശു കർത്താവ് അടുപ്പിലേക്ക് ഒന്ന് അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് യേശു അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് ആമേ ലാസറിന്റെ ചെവിയിലോട്ട് ആമേ ഒരു ചോദ്യം എന്നതുപോലെ ഒരു കാര്യം പറഞ്ഞു. ലാസറെ, ഈ ആളുകളുടെ ഇടയിൽ ഒരാൾ നിൽക്കുന്ന കണ്ടോടാ പൊന്നുമോനെ. ലാസറിനെ കണ്ടില്ല യേശുവേ. യേശു അവന്റെ അകത്തെ കണ്ണ് തുറന്നു. ഇപ്പൊ ലാസറിനോട് ചോദിച്ച്, കാണുന്ന മോനെ? അപ്പൊ പറഞ്ഞു, ഇതിന്റെ ഇടയിൽ ഞാൻ ഒരാളിനെ കാണുന്നു. അത് നിങ്ങളുടെ ചാർച്ചക്കാരാണോടാ മോനെ? അപ്പോ ലാസറിന് പറയാനുള്ളത്, ഞങ്ങളുടെ ചാർച്ചക്കാരിൽപ്പെട്ട ഒരാളല്ല, വേറൊരാളിനെ ഞാൻ കാണുന്നു. യേശു പറഞ്ഞു, ആ ആളുകളുടെ ഇടയിൽ നിൽക്കുന്നവരാ മോനെ നിന്റെ അപ്പനെ കൊന്ന്, നിന്റെ അമ്മയെ കൊന്ന്, നിന്നെയും കൊന്ന് നിത്യജീവൻ ഇവിടെ വ്യാപരിക്കാതിരിക്കാൻ, ബെഥാനിയുടെ മണ്ണിൽ ദൈവരാജ്യം വെളിപ്പെടാതിരിക്കാൻ. ആമേൻ. അവനാണ് കാരണമൊരുക്കൽ, അവനാ നിൽക്കുന്നത്. അവനോട് പോയി നീ ഒരു ചോദ്യം ചോദിക്കുമോനെ എന്ന് പറഞ്ഞപ്പോ ലാസർ പറഞ്ഞു, എന്താ നസ്രയനെ ഞാൻ ചോദിക്കേണ്ടത്? എന്താ ഗുരുവെ ചോദിക്കേണ്ടത്? ആമേൻ. ലാസറിന്റെ ചെവിയിലോട്ട് പറഞ്ഞു. ലാസറിനോട് യേശു പറയാ, ലാസറേ, ആമേൻ, നീ പോയി ചോദിക്ക്, നിന്റെ വെളിപ്പാട് ഏതാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മീയ ദർശനം പറയുന്നത് കേട്ടോ. വെളിപ്പാട് ഏതാണെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോ ലാസറേ എന്ന് ചോദിച്ചു. നിന്റെ വെളിപ്പാട് ഏതാന്ന് ചോദിച്ചപ്പോഴാണ് അവൻ ദുരാത്മാവിന് പറയാനുള്ളത്, എന്റെ പൊന്നു ലാസറേ, എന്റെ വെളിപ്പാട് നിന്നെ കൊന്ന് ദൈവരാജ്യം ബെഥാനിൽ തടയുകയായിരുന്നടാ. എന്റെ വെളിപ്പാട് നിന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു എന്റെ വെളിപ്പാട്. പക്ഷെ നിന്റെ നസ്രയന്റെ വെളിപ്പാട് അതല്ല, മരണത്തിനപ്പുറമാണ് നിന്റെ നസ്രയന്റെ വെളിപ്പാടെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പാഴ്പണിക്ക് ഞാൻ ഇവിടെ നിൽക്കില്ല, ഈ നാണം കെട്ട പരിപാടിക്ക് ഞാൻ ഇവിടെ വരില്ല. ഈ പകലിൽ എന്നെ കേൾക്കുന്നവരെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ, വിശ്വസിക്കുന്നവരെ, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില ശക്തികൾ ഇപ്പോൾ തന്നെ പിടിവിടാൻ പോകുകയാണ്. നിങ്ങളുടെ ചില മേഖലകളിൽ നിന്ന് അവന്റെ ദൃഷ്ടി വലിച്ചു മാറ്റാൻ പോകുകയാണ്. കാരണം അവരെ മനസ്സിലായി ദൈവിക ദർശനത്തിന്റെ വെളിപ്പാട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവരെ പിടിച്ചൊതുക്കാൻ കഴിയാത്തതുപോലെ അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ എന്റെ പരാജയമായിരിക്കുമെന്ന് ദുരാത്മാവിനെ തിരിച്ചറിയത്തക്ക തരത്തിലേക്ക് ഈ വചനത്തിന്റെ വെളിപ്പാട് ചെള്ളമേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്താൽ. അങ്ങനെ തന്നെ സ്വർഗം ചെയ്യുന്നതിനായി ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരുമിച്ച് നമ്മുടെ ശിരസ്സുകളെ വണക്കി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗ്ലോറി മാന ഹംബൽ പ്രോസസി വേദരാ ജഗൽഖമാനിയാന്തരെ വേദരാ ജഗൽഖമാനഗടഗസിയാനര. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ അദൃശ്യമായ കരത്തെ അവിടുന്ന് വയ്ക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരം വെച്ച് അവരവരുടെ വിഷയങ്ങളുടെ മേൽ കൃത്യമായ ഇടപെടലുകൾ ദൈവാത്മാവയക്കണമേ. ഇപ്പോഴും അങ്ങക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. പല യഹൂദന്മാരും വന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞതുപോലെ അല്ലല്ലോ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇടപെടുന്നത്. എത്രയോ കൃത്യമായി ഞങ്ങളുടെ മേൽ ഇടപെടുന്നതെയും ഞങ്ങൾക്കൊന്നറിയപ്പാ, ഞങ്ങളെ തകർത്ത് കളയാനല്ല അങ്ങയുടെ ഇഷ്ടം. ഞങ്ങളെ അവിടുന്ന് പണിതെടുക്കുന്ന ദൈവമാണ്. പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരാം. അതിന്റെ നടുവിൽ ഞങ്ങളെ പണിതെടുത്ത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. റോയ് പാസ്റ്റർ തന്നോടൊപ്പം കർത്താവെ അണിനിരന്നിരിക്കുന്ന എല്ലാ വിശ്വാസ ദൈവമക്കൾ, ദൈവത്തിന്റെ ദാസന്മാർ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ വിട്ട് ആയിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം പകരണമേ. കർത്താവിന്റെ കൃപ അങ്ങനെ പകരുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ പവിത്രമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. സ്വർഗീയ പിതാവേ, അവസരമൊരുക്കിയ ബഹുമാന്യ റോയ് പാസ്റ്റർക്ക് ഹൃദയംഗമായ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു.